ലോകത്ത് ഭീകരാക്രമണം നടക്കുന്ന രണ്ടാമത്തെ രാജ്യമായ പാകിസ്ഥാന്റെ 4 പ്രവിശ്യകളിലും ആഭ്യന്തര സംഘർഷം ശക്തമാണ്. അടുത്ത മാസം വ്യത്യസ്ത മേഖലകളിൽ നിന്ന് 2 ലോങ് മാർച്ചുകൾ തലസ്ഥാനമായ ഇസ്ലാമാബാദിലേക്ക് നടത്തുമെന്ന പ്രഖ്യാപനം വന്നതോടെ പാക് ഭരണകൂടം സമ്മർദ്ദത്തിലായി. ജമ്മുകശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്ന US നയതന്ത്ര പ്രതിനിധിയുടെ പ്രഖ്യാപനവും പാകിസ്ഥാന് വൻ തിരിച്ചടിയായി. ആഭ്യന്തര പ്രതിസന്ധി രൂക്ഷമാകുന്നതിനിടെ തടവിലാക്കപ്പെട്ട മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ വീണ്ടും പാക് രാഷ്ട്രീയത്തിൽ ശ്രദ്ധാകേന്ദ്രമാകുന്നു. അസുഖബാധിതനായ ഇമ്രാന്റെ ബന്ധുക്കളും അദ്ദേഹത്തിന്റെ പാർട്ടിയായ PTIയും നിരന്തരം ആവശ്യപ്പെട്ടതോടെ സുപ്രീംകോടതി ഇമ്രാനെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാൻ ഉത്തരവിട്ടു. എന്നാൽ ആരോഗ്യവാനാണെന്ന് ഡോക്ടർമാർ സ്ഥിരീകരിച്ചുവെന്ന ന്യായം പറഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ ഇമ്രാനെ വീണ്ടും ജയിലിലടച്ചു. സുപ്രീംകോടതി ഉത്തരവ് ലംഘിച്ച് അദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കാതെ വീണ്ടും തടവറയിൽ അടച്ചതിനെതിരെ രാജ്യവ്യാപകമായി പ്രതിഷേധവുമായി മുന്നിട്ടിറങ്ങിയിരിക്കുകയാണ് PTI പ്രവർത്തകർ. ഇമ്രാനെ ജയിലിൽ ഏകാന്ത തടവിൽ പാർപ്പിച്ച് മാനസികമായി പീഡിപ്പിക്കുന്നതിനെതിരെ സെപ്റ്റംബർ 26-ന് ഇസ്ലാമാബാദിലേക്ക് ലോങ് മാർച്ച് നടത്താൻ ആഹ്വാനം ചെയ്തിരിക്കുകയാണ് PTI. ജയിലിൽ വച്ച് ഇമ്രാന് എന്തെങ്കിലും സംഭവിച്ചാൽ രാജ്യവ്യാപകമായ ജനരോഷത്തിനും അത് രാഷ്ട്രീയ സ്ഥിരത സങ്കീർണമാക്കാനും സാധ്യതയുണ്ട്. ക്രിക്കറ്റിൽ നിരവധി തിരിച്ചുവരവുകൾ നടത്തിയിട്ടുള്ള ഇമ്രാൻ രാഷ്ട്രീയത്തിലും അത് ആവർത്തിക്കുമെന്നാണ് രാഷ്ട്രീയ വിദഗ്ധരുടെ വിലയിരുത്തൽ. അതിനിടെ അമേരിക്കയുമായി ചങ്ങാത്തമുറപ്പിക്കാൻ എന്ത് വിട്ടുവീഴ്ചയ്ക്കും വഴങ്ങിക്കൊടുക്കുന്ന പാകിസ്ഥാന് വീണ്ടും നാണക്കേടുണ്ടാക്കിയിരിക്കുകയാണ് ഇന്ത്യയിലെ US അംബാസഡർ സെർജിയോ ഗോറിന്റെ പ്രസ്താവന. ജമ്മുകശ്മീർ ഇന്ത്യയുടെ ഏറ്റവും വലിയ അവിഭാജ്യ ഭാഗമാണെന്ന സെർജിയോ ഗോറിന്റെ തുറന്നുപറച്ചിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ രാഷ്ട്രീയ നയതന്ത്ര ചർച്ചകൾക്ക് വഴിവെച്ചത് പാകിസ്ഥാനെ കടുത്ത അമർഷത്തിലാക്കിയിരിക്കുകയാണ്. ശ്രീനഗർ സന്ദർശനത്തിനിടെ ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സെർജിയോ ഗോർ മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോഴാണ് ജമ്മുകശ്മീർ ഇന്ത്യയ്ക്ക് എത്രത്തോളം പ്രധാനപ്പെട്ടതാണെന്ന് വെളിപ്പെടുത്തിയത്. ഗോറിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെ വെട്ടിലായ പാക് അധികൃതർ പാകിസ്ഥാനിലെ US മിഷന്റെ താൽക്കാലിക ചുമതല വഹിക്കുന്ന നതാലി ബേക്കറിനെ വിളിച്ചുവരുത്തി വിശദീകരണം തേടിയിട്ടുണ്ട്. നിരന്തരമായ ഭീകരാക്രമണങ്ങളും സാമ്പത്തിക പരാധീനതകളും പാക് ഭരണകൂടത്തെ സമ്മർദ്ദത്തിലാക്കുന്നതിനിടെയാണ് ഭരണമാറ്റത്തിന് പാക് രാഷ്ട്രീയം സാക്ഷ്യം വഹിക്കുമെന്ന പ്രചാരണം ശക്തമാകുന്നത്. പാകിസ്ഥാനിലെ യുവാക്കൾ നിലവിലെ വ്യവസ്ഥിതിയിൽ ഒട്ടും തൃപ്തരല്ല. പാർലമെന്റിലോ നീതിന്യായ വ്യവസ്ഥയിലോ യുവാക്കൾക്ക് വിശ്വാസം നഷ്ടപ്പെട്ട അവസ്ഥയിലാണ്. പ്രശ്നങ്ങളുടെ തീച്ചൂളയിൽ സർക്കാർ നിൽക്കുമ്പോഴാണ് അടുത്ത മാസം 27-ന് ഇസ്ലാമാബാദിലേക്ക് മാർച്ച് നടത്തുമെന്ന് ഖൈബർ പക്തൂൺഖ്വ പ്രവിശ്യ മുഖ്യമന്ത്രി സുഹൈൽ അഫ്രീദി പ്രഖ്യാപിച്ചത്. ഇമ്രാൻഖാന്റെ പാർട്ടി പ്രവർത്തകർ ലോങ് മാർച്ചുമായി എത്തുന്നതിന്റെ പിറ്റേന്ന് തന്നെ ഖൈബർ പക്തൂൺഖ്വയിൽ നിന്നുള്ള മറ്റൊരു മാർച്ചുകൂടി എത്തുമ്പോൾ തലസ്ഥാന നഗരം അത്യന്തം സംഘർഷഭരിതമാകും. പാക് അധീന കശ്മീരിൽ ഭക്ഷണത്തിനും വൈദ്യുതിക്കും മറ്റുമായി ആഴ്ചകളായി പോരാട്ടം നടക്കുമ്പോൾ ബലൂചിസ്ഥാൻ സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ച് സ്വന്തം തീരുമാനങ്ങൾ നടപ്പിലാക്കുകയാണ്. പാകിസ്ഥാന്റെ 4 പ്രവിശ്യകളിലും പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് സർക്കാരിനെതിരെ പ്രതിഷേധമാളിക്കത്തുമ്പോൾ പാക് സൈനിക പരമാധികാരി അസിം മുനീറിന്റെ നീക്കം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് നിരീക്ഷകർ.